നമ്മൾ ആ കേസ് പിടിച്ചു. ചുമ്മാ മനുഷ്യനെ കളിപ്പിക്കും. ഇന്ന് വീട് ഞാൻ ഈ ഐസ്ക്രീം വണ്ടി കൊണ്ട് വന്നപ്പോ ഞാൻ വേറെ അത്ര ഭീകരമായിട്ടുള്ള സ്ഥലം അവിടെ ചുമ്മാ ആ സിനിമ ശരിക്കും ഭയങ്കര മൈനസ് പോയിന്റ് ആണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വാഗമണിൽ നിന്നും കോഴിക്കോടേക്ക് പോകുന്ന വഴിക്ക്, അതായത് നമ്മുടെ തൊടുപുഴ വഴി പോകുന്ന ആ ഒരു റൂട്ടിലാണുള്ളത്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് ആണ് നമ്മുടെ ഒരു സ്ഥലമുള്ളത്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഒരു പക്ഷേ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഇലവിഴ പൂഞ്ചിറയെക്കുറിച്ച്. ഈ അടുത്ത കാലത്ത് ഒരു ഫിലിം ഇറങ്ങിയിരുന്നു. അപ്പോൾ ആ ഫിലിം ഇറങ്ങിയതോടുകൂടിയാണ് ഈ ഒരു സ്ഥലം വളരെയധികം പ്രശസ്തി ആർജിച്ചത്. അപ്പോൾ പോകുന്ന വഴിക്ക് ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ചൊരു ഓഫ് റോഡ് കയറാണ്ടെങ്കിൽ കൂടി കയറാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം 6 മണിയാകാനായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ചെന്നാൽ ഇലവിഴ പൂഞ്ചിറ കാണാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം കൂടിയായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോനെ കണക്കാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഫൈനലി നമ്മൾ ഇലവിഴ പൂഞ്ചിറ എത്തിയിരിക്കുകയാണ്. ഇതേ ദൂരത്തായിട്ട് ആ കാണുന്നതാണ് ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് ജീപ്പ് ഹയർ ചെയ്തിട്ട് ജീപ്പിൽ പോകാം, അല്ലെങ്കിൽ നടന്ന് കയറാം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കണം. നമുക്ക് ആദ്യം ജീപ്പായിട്ട് പറ്റി ഇത്ര റേറ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി നടന്നത് ഒരു 300 മീറ്റർ അവിടെ നടന്ന് കാണണം. നടന്ന് കാണുന്നത് ഞങ്ങൾ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിറങ്ങി. അങ്ങനെയാണ് ഒരു ചാനൽ. കിലോമീറ്റർ സംതിങ് ഉണ്ട്. നമ്മൾ അതിനകത്ത് ഒരു 300 മീറ്ററിന് പുറകിലാണ്. അങ്ങനെ ഷെയർ ചെയ്തും പോവാം, അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ ഒരു 2 പേര്. അപ്പം മാക്സിമം 8 പേരാണ് ഞങ്ങൾ വണ്ടി കയറുന്നത്. ഓഫ് ആയതുകൊണ്ട് 7 പേരെന്നുള്ളത് 8 പേര് പോകുന്നത്. പിന്നെ ഒരാളുള്ളതിലും കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊന്നും നോക്കട്ടെ, വേറെ ടീമിനെ കിട്ടണമെങ്കിലും. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി അത്യാവശ്യം ഓഫ് റോഡിങ് കാപ്പബിലിറ്റി ഉള്ള വണ്ടിയാണെങ്കിൽ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അധികമൊന്നുമില്ല, ഒരു 300 മീറ്റർ നമുക്ക് ഹൈറ്റിലോട്ട് നമ്മുടെ വണ്ടി ഉപയോഗിച്ച് കയറാൻ പറ്റും. ഇവിടെ ബൈക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കാറുകൾ എത്തിപ്പെടാൻ ലേശം ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഓഫ് റോഡ് കാപ്പബിലിറ്റി ഉള്ള ഓഫ് റോഡ് ജീപ്പുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാറുകളായിരിക്കണം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആ കാണുന്ന ദൂരം മൊത്തം നടന്ന് കയറണം. ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. അപ്പോഴത്തേക്ക് ലൈറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ വരുന്ന സമയം ഇതിപ്പോൾ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ രാത്രിയും കയറാമെന്നാണ് താഴെയുള്ളൊരു ചായക്കടക്കാരൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പക്ഷേ നല്ല വ്യൂ കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ വരണം. ഇവിടെ നിന്ന് എത്ര കയറാണ്ട് മുകളിലോട്ടേക്ക്? 3/4 കിലോമീറ്റർ അല്ലേ? ഓക്കെ. നമുക്ക് രാത്രി എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലല്ലോ? അവിടെ നിൽക്കുന്നതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഒരു കുഴപ്പമില്ല. 18 വർഷം മുമ്പ്. 18 വർഷം മുമ്പ്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ആരും മിന്നലടിച്ച് മരിച്ചിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു തെളിവ് കിട്ടുവാണെങ്കിൽ നമ്മൾ ആ കേസ് പിടിച്ചു. ചുമ്മാ മനുഷ്യനെ കളിപ്പിക്കും. ഇന്ന് PWD ഓഫീസർമാരാണെന്ന് പറഞ്ഞ് 22 പേരാവുന്നത്. വികലാംഗരായ 2 പേരാ അവിടെ ഇരുന്ന് എന്റെ അടുത്തിരുന്നത്. അവര് പറഞ്ഞു ഇവിടെ സ്ഥിരം ആളുകൾ മരിക്കുന്നുണ്ട്. അവരോർത്ത് ഞാൻ ഈ ഐസ്ക്രീം വണ്ടി കൊണ്ട് വന്നപ്പോ ഞാൻ വേറെ ഇവിടെ കിടക്കുന്നവരാണ്. ഞാനിവിടെ ജനിച്ചു വളർന്നത് നമ്മുടെ സ്ഥലമായിരുന്നു. എനിക്കിന്ന് 41 വയസ്സ്, എനിക്ക് പ്രായമുണ്ട്. അപ്പൊ ആ സിനിമയിൽ പറയുന്ന അത്ര ഭീകരമായിട്ടുള്ള സ്ഥലം എവിടെ ചുമ്മാ ആ സിനിമ ശരിക്കും ഭയങ്കര മൈനസ് പോയിന്റ് ആണ്. അത് ശരിയല്ലേ? പിന്നല്ലേ. ജീപ്പ്. അപ്പോൾ അതിലൂടെ ഓഫ് റോഡ് ജീപ്പ് മാത്രമേ കയറുള്ളൂ പറഞ്ഞല്ലേ. ഇതേ മുകളിലോട്ട് പോയൊരു ജീപ്പ് താഴോട്ട് ഇറങ്ങി വരികയാണ്. എന്ത് രസമാണ് കാണാൻ. സംഗതി ഇരുടായിട്ടുണ്ടെങ്കിലും നല്ലൊരു മൂഡുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഈ സമയത്ത് കയറി നിൽക്കാൻ പറ്റുക പറഞ്ഞാൽ അതൊരു കിട്ടലാണ്.
ഇല്ലിക്കൽ കല്ലൊക്കെ ആണെങ്കിൽ നമുക്ക് 5 മണിയാകുമ്പോൾ അവിടെ ക്ലോസ് ചെയ്യും. വേണമെങ്കിൽ, അതായത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇവിടെ നാട്ടുകാരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ടെൻ്റൊക്കെ അടിച്ച് നിൽക്കാൻ പറ്റും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം കയറി മുകളിൽ എത്താനായിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് പോയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ടാസ്ക് പ്രകാരം രാത്രി സമയത്ത് അല്ലെങ്കിൽ നല്ലവണ്ണം നേരം വൈകിട്ട് ഇവിടെ കയറാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അത് സാധ്യമാണ്. അപ്പോൾ ഇലവിയ പൂഞ്ചിറ എന്താണെന്ന് കാണാത്ത ആളുകൾക്ക്, അതായത് ആ ഫിലിം കാണാത്തവരും വേറെ വല്ല വ്ളോഗ്സ് കാണാത്തവർക്കും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം ഇവിടെയുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്.